ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. രാജ്യത്തിന്റെ ഡിസൈനർ ഹബ്ബാകാൻ കൊച്ചിക്ക് ഏറെ സാധ്യതയുണ്ടെന്ന് WDO പ്രസിഡന്റ് തോമസ് ഗാർവി. പ്രസിഡന്റ് WDO വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷന്റെ അഹമ്മദാബാദിലുള്ള ബോർഡ് മീറ്റിംഗിന് വന്നതാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നത്. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആണ് കേരളത്തെ കുറിച്ചും ഇവിടുത്തെ ഡിസൈൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചും. അതിനെക്കുറിച്ച് ചോദിക്കാൻ. ഇന്ത്യയുടെ ഡിസൈൻ ഹബ്ബാകാൻ കൊച്ചിക്കേറെ സാധ്യതയുണ്ടെന്ന് വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ തോമസ് ഗാർവെ പറഞ്ഞു. കൊച്ചിയിൽ ഇൻസൈറ്റ് സെന്റർ ഫോർ ഡിസൈൻ ടെക്നോളജി ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ടാണ് കേരളം സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞ ഡോക്ടർ ഗാർവെ കേരളത്തിലെ ഡിസൈൻ മേഖലയിലെ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളുമായി നടത്തിയ ആശയവിനിമയം ഏറെ ആവേശജനകമായിരുന്നു എന്ന് വ്യക്തമാക്കി. മികച്ച ആശയങ്ങളും വിജ്ഞാനദായകമായ സംവിധാനങ്ങളും ഇവിടുത്തെ ഡിസൈൻ മേഖലയ്ക്കുണ്ട്. ഇൻസൈറ്റ് സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ വഴി വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഡിസൈൻ സമൂഹത്തിനും വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷന്റെ എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വൻകിട നഗരങ്ങളെ അപേക്ഷിച്ച് ഡിസൈൻ പ്രതിഭ കൊച്ചിയിൽ ധാരാളമുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തിന്റെ ഡിസൈൻ ഹബ്ബായി കൊച്ചി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആഗോള ക്രിയേറ്റീവ് കമ്പനികൾക്ക് നിക്ഷേപം നടത്താനും പ്രവർത്തനം വ്യാപിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കൊച്ചി പോലുള്ള നഗരങ്ങൾ ഡിസൈൻ ആശയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങളാണെന്ന് ഡോക്ടർ ഗാർവി പറഞ്ഞു. ഇത്തരം നഗരങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ പരിശ്രമിക്കുന്നുണ്ട്. വ്യക്തമായ തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് വന്നാൽ ഉദ്യമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ഡിസൈൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡിസൈൻ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപകർ, പ്രൊഫഷണൽ ഡിസൈനർമാർ, മേക്കർ വില്ലേജിലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ ഡോക്ടർ തോമസ് ഗാർവെയുമായി സംവദിച്ചു. ഇൻസൈറ്റ് സെന്റർ ഫോർ ഡിസൈൻ ടെക്നോളജി ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് ചെയർമാൻ രാഹുൽ ആർ, കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രിൻസിപ്പൽ മനോജ് കിനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വില്ലിംഗ്ടൺ ഐലൻഡ്.